സൊല്യൂഷൻ യാത്രയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഈശോയുടെ പാദങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചേരുവാൻ ഈശോയെ നീ കൃപയെ അനുഗ്രഹം തോന്നലാടമേ. ഈശോയെ നീ ഞങ്ങൾക്ക് ചെയ്ത് ഇവിടെ വന്ന് താമസിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നതിന് ഈശോയെ എൻ്റെ പറയുന്ന കർത്താവായ ഈശോയെ നിന്റെ കൃപയെ അനുഗ്രഹം ഈശോയെ നിന്റെ കൃപ കടാക്ഷുണ്ടാകുന്നേ. സ്വർഗസ്നായങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലാണമേ. ശക്തിയുടെ കണ്ണിന് കഴിഞ്ഞ കർത്താവിനോട് എന്റെ സങ്കേതത്തിന്റെ കോട്ടെ ഞാൻ ആശ്രയിക്കുന്ന ദൈവം പറയോട് നിന്റെ വഴികടിയുന്ന ഭാരമായ മഹാമാരിയെ രക്ഷിക്കുക. തന്റെ തോരുകൊണ്ടോട് നിന്നെ മറിച്ചുള്ള അവിടുത്തെ ചെറുകളുടെ കഴിഞ്ഞ കപ്പയിലേക്ക് വിശ്വസ്തനക്ക് ഓജവും പരിചയായിരിക്കും. രാത്രിയിലേക്ക് ഹൃദയ പോലെ വസ്ത്രങ്ങൾ ഭയപ്പെടേണ്ട സ്മരിക്കുന്ന മഹാമാരിയെ നട്ടിച്ചിരിക്കുന്ന ആസ്തി നീ മേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിലാകുന്ന വല്ല ദിവസം ആരെങ്കിലും സംഭവിക്കില്ല. അവഷ്ടമാണ് നീ കർത്താവിൽ ആശ്രയിച്ചു. അതിൻ്റെ നീ വാസം ഉറപ്പിച്ച് നിനക്കൊരു നിന്മയും സംരക്ഷിക്കുക. അവർ എന്നെ വിളിച്ച് ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമുള്ള ഇഷ്ടം ഞാനോട് ചേർന്ന് നിൽക്കും. ഞാൻ എന്നെ മോചിപ്പിക്കുക. സംതൃപ്തനാക്കും രക്ഷിക്കാൻ അവനെ കാണിച്ചു. ഇതിനകത്തൊക്കെ ചൂടായതുകൊണ്ട് അറിയില്ല. മാമ പോവാട്ടോ, മാമ പോവാട്ടോ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ഗിഫ്റ്റ് സനി. ഞാനിപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിലാണ്. ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്നായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു ചെറിയൊരു പ്ലാൻ ഇട്ട് തിരിച്ച് ഇന്ത്യയിലോട്ടൊന്ന് വരാം എന്നുള്ള ഇതില്ല. ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എൻ്റെ മോം ആൻഡ് ഡാഡ് അവർ ഇന്ത്യയിലോട്ട് തിരിച്ചു വരണുണ്ടായിരുന്നു ഇന്ന്. അപ്പം അവരുടെ കൂടെ പ്ലാൻ അങ്ങിട്ടു ഞാനും ഒന്ന് വന്നേക്കാം എന്നുള്ള രീതിയിൽ. ഞാൻ ഇന്നലെ രാത്രി പുറത്തു നിന്ന് ഇറങ്ങിയതായിരുന്നു. ഒരു 9:20 ഒക്കെ ആയപ്പോഴായിരുന്നു ഫ്ലൈറ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പം സ്കൂട്ടായിരുന്നു. ഇനിയിപ്പം സിംഗപ്പൂർ എയർലൈൻസാണ്. ഇപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കും. അടുത്ത ഫ്ലൈറ്റ് 7:40 പപ്പ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ നടക്കുക. അപ്പം ഞാൻ പപ്പാനെ തപ്പി നടക്കാനായിട്ട് പോവുക. യാത്രയൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം സുഖമായിട്ടുണ്ടായിരുന്നു. പപ്പ പറഞ്ഞു ഞാനവിടെ ഇച്ചിരി നേരം നടന്നിട്ട് വരാം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ പോയേക്കാം. മമ്മി അവിടെ ഗേറ്റിൻ്റെ അവിടെ ഉണ്ട്. നല്ലൊരു വാക്ക് ഉണ്ടായിരുന്നു. യൂഷ്വലി സ്കൈ ട്രെയിനൊക്കെ ഉള്ളതാണ്. ബട്ട് ഇപ്പോൾ അതെല്ലാം ഇതാക്കി വെച്ചേക്കുക, അണ്ടർ മെയിൻ്റനൻസ് അങ്ങനെയൊക്കെ ആയിട്ട്. ഞാനിപ്പം ഡ്യൂട്ടി ഫ്രീയിലൊന്ന് കയറിയിട്ട് ചുമ്മാ പപ്പട കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് അവർക്ക് ചായയും കാപ്പിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ ഇരിക്കാം. പപ്പ അവിടെ നടക്കുവാണ്. പപ്പ
everyone, welcome back to my channel. My name is Gift of Sunny. So ഇന്ന് ഞങ്ങളിപ്പം നാസിക്കിൽ വന്നേക്കുവാണ്. ഇതെൻ്റെ മമ്മി. ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഷാലിമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഷോപ്പിംഗ്. ഞാനിപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട്, പപ്പയുടെ വണ്ടിയായിരുന്നു, പപ്പയുടെ 2 വീലർ അതൊക്കെ ഓടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. ഇപ്പം ഞാൻ ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ദാബേലി എന്ന് പറഞ്ഞാൽ ഞാൻ അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കണ വീഡിയോ ഞാൻ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങളിപ്പം ദാബേലി മേടിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ അവർ പെട്ടെന്ന് ധൃതിയിലാണ് അവർ ഉണ്ടാക്കിയത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ട്രീറ്റ്സിൽ സ്റ്റോൾസ് ഇടാൻ അലൗഡല്ല. അപ്പം അതിക്രമൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ഇവിടെ. മീൻസ് ഈ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ്, അവരൊക്കെ അത് മാറ്റാനായിട്ട് സ്റ്റോൾസ് വെക്കാൻ അലൗഡ് അല്ലല്ലോ. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് കാരണം അവർ പെട്ടെന്ന് ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നതാണ്. ഞാനിപ്പോൾ മമ്മീനെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് വിട്ടേക്കുവാണ്. കാരണം ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് നടക്കാനുണ്ട്. നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് മമ്മി ടയേർഡായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പറഞ്ഞു വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോയിക്കോ, എനിക്കൊരു Type-C OTG മേടിക്കണമായിരുന്നു. അപ്പം ഞാനത് മേടിക്കാനായിട്ടാണ് അങ്ങോട്ട് പോണത്, MG റോഡിലോട്ടാണ്. യൂഷ്വലി നമ്മൾ നാസിക്കിലുള്ള എല്ലാവരും ഫോണിന് വേണ്ടിയോ ക്യാമറയ്ക്ക് വേണ്ടിയോ എന്തെങ്കിലും ആക്സസറീസ് മേടിക്കണമെങ്കിൽ MG റോഡിലോട്ടാണ് പോകുന്നത്. ഇപ്പം തിരക്കൊക്കെ കുറവാണ് എന്നും വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകാം. ഇവിടെ ഇരുന്ന് ഓടുക. തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഇന്നിവിടെ. ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാരണം നല്ലോണം അടിപൊളി സൗണ്ട് ആയിരിക്കും പറയണേ. ഫുൾ ഹോണും ഇതൊക്കെ ആയിട്ട്. ഇവിടെ ഈ അന്നപൂർണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് ഇല്ലേ, me and my family, we have a connection towards it. എൻ്റെ മമ്മി ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അടുത്തായിട്ട്, അവിടെ മമ്മി ജോലി ചെയ്യുമായിരുന്നു. അപ്പം ഞാനും പപ്പായും ചേച്ചിയും ഞങ്ങൾ, പപ്പ വെക്കേഷനിലൊക്കെ വരുമായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം മമ്മിയുടെ ഷിഫ്റ്റ് എൻ്റെ ആവണ ആ ഒരു ടൈം, യൂഷ്വലി 5 PM ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു മമ്മീനെ പിക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് അങ്ങനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ഒരു സ്നാക്സൊക്കെ കഴിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ആയിരിക്കും ഞങ്ങൾ പോകണത്. പിന്നെ ഇവിടെ ഇച്ചിരി നേരം ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ അവിടെ ചെറിയ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ചിട്ട് ഞാനും ചേച്ചിയും ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. ഇനിയിപ്പം ഞാനിവിടെ MG റോഡിലായിരുന്നു വന്നത്. എനിക്കൊരു കണക്ടർ മേടിക്കണമായിരുന്നു, എക്സ്റ്റൻഡർ, എൻ്റെ മൈക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് എനിക്കത് കിട്ടിയില്ല. സോ എല്ലാവരും ചോദിക്കും എന്തിനാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ കാണിച്ചു കൊടുത്ത് ഇവിടെ ഫിറ്റ് ആവത്തില്ല, അപ്പോൾ എനിക്കൊരു എക്സ്റ്റൻഡർ വേണം അങ്ങനെ. ബട്ട് ലെറ്റ് മീ സി, ഓൺലൈനിലുണ്ട്, ബട്ട് അത് എക്സ്പെൻസീവാണ്. ഞാൻ ഒരെണ്ണം മേടിച്ചേ, പക്ഷെ അത് ഫിറ്റ് ആവണില്ല. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. നോക്കട്ടെ ഇനി അത് റിട്ടേൺ ചെയ്തിട്ട് വേറെ ഒരെണ്ണോടി മേടിക്കും. അതാണ് അതിൻ്റെ പ്ലാൻ ഇപ്പോഴത്തേക്കുള്ള. ഇപ്പം മമ്മി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മമ്മി 2 പ്രാവശ്യം വിളിച്ചു. ഇപ്പം 3ാമത്തെ പ്രാവശ്യം മിക്കവാറും തരികയായിരിക്കും പറയണേ. പെട്ടെന്ന് പോകണം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. പണ്ടൊക്കെ ഇവിടെ കുറേ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ശരി, പിന്നെ കാണാം. ഇവിടെ പിന്നെ ഇപ്പം വണ്ടി ഓടിക്കണതിന് റൂൾസൊന്നും ഇല്ല, എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. ഞാനിപ്പം പപ്പയുടെ വണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ ഓടിച്ചുകൊണ്ടായിരുന്നു വന്നത്. കുറേ തിരക്ക്. ഇത് പണ്ടത്തെ ഏരിയയൊക്കെയാണ്, പക്ഷെ ഇപ്പോഴും ഇവിടെ തിരക്കൊന്നും കുറവില്ല, നല്ല തിരക്കുണ്ട്.
മുടിയൊക്കെ കുളമായിട്ടിരിക്കുക ഹെൽമെറ്റൊക്കെ ഇട്ടപ്പോഴേ. നല്ല വേർപ്പുണ്ട്.